നവകേരള മാർച്ചിന്റെ ഭാഗമായി ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഓരോ പാർട്ടിക്കും അവരുടെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ടാണല്ലോ ജാഥ നടത്താൻ പറ്റുക. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷം സന്ദർഭാനുസരണം നിലപാട് മാറ്റുന്നൊരു വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു കൂട്ടരാണ് ഇടതുപക്ഷം എന്ന്. മാത്രമല്ല, ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനം പ്രത്യക്ഷമായോ പരോക്ഷമായോ സംഘപരിവാറിന് സഹായകരമായിട്ടേ ഉള്ളൂ. ഇത് ജനങ്ങളുടെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ്. ഇടതുപക്ഷം എല്ലാ കാലത്തും വർഗീയ വിരുദ്ധ നിലപാടാണ് കൃത്യമായി സ്വീകരിച്ചു പോയിട്ടുള്ളത്. CPIM-ൻ്റെ നിലപാട് വർഗീയതയ്ക്കെതിരെ ഉറച്ച പോരാട്ടം നടത്തിയ നിലപാടാണ്. നമുക്കറിയാലോ കാര്യങ്ങളൊന്നും നമ്മൾ ആരും മറന്നു പോകാനിടയില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം താല്പര്യം സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണെന്നാണല്ലോ അവകാശപ്പെടാറ്. പഴയ ഒരു കാര്യം നമ്മളിപ്പോൾ ഓർമ്മിച്ചാൽ മതി. അത് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ ആയിരുന്നു ബാബറി മസ്ജിദ്. അത് തകർത്തത് സംഘപരിവാറാണെങ്കിലും ആ തകർക്കുന്നതിന് കൂട്ടുനിന്നത് ലീഗിൻ്റെ ഘടകകക്ഷിയായ കോൺഗ്രസ് ആയിരുന്നു. ലീഗ് അപ്പോൾ 4 മന്ത്രിസ്ഥാനമാണ് പ്രധാനമായിട്ട് കണ്ടത്. ബാബറി മസ്ജിദ് തകർന്നാലും ഒന്നും സംഭവിക്കാനിടയില്ല, 4 മന്ത്രിസ്ഥാനം സംരക്ഷിച്ച് കളയാം എന്ന നിലപാടായിരുന്നു ലീഗ് സ്വീകരിച്ചത്. അന്ന് ഇതിനെ ശക്തമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ചത് വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുത്ത് മതനിരപേക്ഷതാബോധം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത് CPIM-ഉം ഇടതുപക്ഷമായിരുന്നു. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗിൻ്റെ നേതാക്കൾ ഓർക്കുന്നുണ്ടായിരിക്കും, ലീഗ് അണികൾ ലീഗ് നേതൃത്വത്തെ ആകെ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. ഒരു രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പ് ലീഗിൻ്റെ തലതൊട്ടപ്പനായ അന്നത്തെ നേതാവ് തങ്ങൾ ഒരു കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ വരുന്നു, ലീഗുകാരുടെ യോഗം. തങ്ങൾ വന്നവിടെ ഇരിക്കുന്നു. അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഈ മറ്റു ആളുകളൊന്നും അങ്ങോട്ട് ചെല്ലുന്നില്ല. അപ്പോൾ ലീഗിൻ്റെ പ്രധാനികൾ അടുത്തുള്ള വീടുകളിൽ എല്ലാം തങ്ങളുടെ അനുയായികളായിട്ടുള്ളവരുടെ വീടുകളാണ്. തങ്ങളെവിടെ എത്തിയിട്ടുണ്ട്, വേഗം വരണം, ഞങ്ങളൊക്കെ വരുന്നില്ല എന്നായിരുന്നു മറുപടി. ഇത് ഈ കേരളം കണ്ടൊരു കാഴ്ചയാണ്. ഓർക്കണമെങ്കിൽ വേറെയും ഓർക്കാൻ നമുക്കുണ്ട്. അതാ എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ വടകര ബേപ്പൂർ മോഡൽ.
വടകര ബേപ്പൂർ മോഡലിന് കോൺഗ്രസ്സാണ് നേതൃത്വം കൊടുത്തത് എന്നത് ശരിയാണ്. പക്ഷേ നേതൃത്വം കൊടുത്ത കോൺഗ്രസിൻ്റെ കൂടെ ലീഗ് സജീവമായിട്ടുണ്ടായില്ലേ? അതുകൊണ്ടല്ലേ അന്ന് കോലീബി സഖ്യം എന്ന പേര് വന്നത്? എന്തായിരുന്നു ഉന്നം? RSSന് നിയമസഭയിലും പാർലമെൻറ്റിലും ഓരോ സ്ഥാനങ്ങൾ ഉറപ്പുവരുത്തലായിരുന്നു. അങ്ങനെ സ്ഥാനങ്ങൾ ഉറപ്പുവരുത്തുമ്പോൾ ബാക്കിയുള്ളിടങ്ങളിലെല്ലാം RSS വോട്ട് UDFന് കിട്ടും. ഇതായിരുന്നു കരാർ. ലീഗ് അതിൻ്റെ കൂടെ നിന്നില്ലേ? ലീഗ് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണെങ്കിൽ അതിൻ്റെ കൂടെയായിരുന്നോ നിൽക്കേണ്ടിയിരുന്നത്? ഇതെല്ലാം പഴയ കാര്യമല്ലേ? എന്തിനാ നിങ്ങളിപ്പോൾ പഴയ കാര്യം പറയുന്നത് ചിലപ്പോൾ ചോദിച്ചേക്കാം. പുതിയ കാര്യം നോക്കി. ഉമ്മൻചാണ്ടി RSSനെ പ്രീണിപ്പിക്കുന്ന നിലപാടെടുത്തില്ലേ? ഒരു നിലപാടാണോ? തുടരെ നിലപാടായിരുന്നില്ലേ? UDFലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയല്ലേ ലീഗ്? അതിനെതിരെ ശബ്ദിക്കാനായോ? ഉമ്മൻചാണ്ടിയോട് നിങ്ങളുടെ നിലപാട് ശരിയല്ല എന്ന് പറയാനായോ? നമ്മൾ കണ്ട കാഴ്ചയല്ലേ ഇത്? ഇപ്പം ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ RSSുമായി കൂട്ടുകൂടിയ ഘട്ടം, RSSൻ്റെ അജണ്ട അനുസരിച്ച് പ്രവർത്തിച്ച ഘട്ടം, RSSനെ ശക്തിപ്പെടുത്തലായിരുന്നല്ലോ അവരുടെ ശ്രമം. നമ്മുടെ സമൂഹത്തിന് മുന്നിൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ അവതരിപ്പിക്കണ്ടേ? ഉമ്മൻചാണ്ടി ശബ്ദിച്ചോ? ലീഗിൻ്റെ നാക്കനങ്ങിയോ? ഈ ഘട്ടത്തിലെല്ലാം ഞങ്ങളുടെ നാക്കനങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരു ഘട്ടത്തിലും നിശബ്ദത പാലിച്ചിട്ടില്ല. ഞങ്ങൾ വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പോൾ 4 വോട്ടിനെക്കുറിച്ചല്ല ചിന്തിക്കാറ്. ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആരെയാണ് ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ പോകുന്നത്? ഉമ്മൻചാണ്ടി അടക്കമുള്ള ലീഗ് നേതൃത്വം മനസ്സിലാക്കേണ്ടത് എല്ലാവരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലമൊന്നുമല്ല ഇത്. പഴയ കാലത്തിൽ നിന്നെല്ലാം എത്രയോ വ്യത്യസ്തമായ അണികളാണ് ലീഗിനുള്ളത്. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ മനസ്സിലാക്കിയതിനേക്കാളും കൂടുതൽ കാര്യം ഇപ്പോഴത്തെ ലീഗ് അണികൾ മനസ്സിലാക്കുന്നുണ്ട്. ലീഗിനോടൊപ്പം നിൽക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അത് കാണാതിരിക്കണ്ട. അത് പരിഹരിക്കാൻ ഞങ്ങളെ മേക്കിട്ട് കയറിയതുകൊണ്ട് മാത്രം സാധിക്കില്ല. ഒക്കെ കാലം പോയി. മാർക്സിസ്റ്റ് വിരോധം വലിയ തോതിൽ പ്രചരിപ്പിച്ച് മുതലെടുത്തൊരു കാലം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ യേശുന്ന ഏർപ്പാടല്ല. അത് മനസ്സിലാക്കിയാൽ നല്ലത്. ഇവിടെ തെളിവ് ഹാജരാക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി. ഇത് ഞങ്ങൾ ശരിയല്ലാത്ത നിലപാട് സ്വീകരിച്ചതും ഈ സംഘപരിവാറിനെ സഹായിച്ചതിൻ്റെയും തെളിവ്. എന്താ തെളിവ്? ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. എല്ലാവരും ശത്രുത മറന്ന് ഒന്നിച്ച് അവരെ സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ, BJPയെ പരാജയപ്പെടുത്താൻ നിതീഷും ലാലും കോൺഗ്രസും എല്ലാം കൊടുത്തു.
ഇവരെന്ന് പറഞ്ഞാൽ CPIM-ഉം ഇടതുപക്ഷവും അതിൻ്റെ കൂടെ ചേർന്നില്ല. ഇവരുടെ കുറച്ച് വോട്ടും അതിനോടൊപ്പം ചേർത്തില്ല. ശരിയാണ്. എന്താ കാരണം? അത് വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യുന്നതുകൊണ്ടല്ല. വർഗീയതയെ എതിർക്കുന്നത് നവ ഉദാരവൽക്കരണത്തെ ആലിംഗനം ചെയ്തുകൊണ്ടാകരുത്. നവ ഉദാരവൽക്കരണ നയമാണ് BJP-യും കോൺഗ്രസും അംഗീകരിച്ചിരിക്കുന്നത്. പല കാര്യങ്ങളിലും അവർ യോജിച്ച് നിൽക്കുന്നത് ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് BJP-യെ നേരിടുക, അത് നവ ഉദാരവൽക്കരണത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് വർഗീയതയെ നേരിടൽ ആണ്. ഞങ്ങളതിനില്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരേ സമയം വർഗീയതയെയും നവ ഉദാരവൽക്കരണത്തെയും എതിർക്കുക എന്നത് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം. ലേഖനത്തിൽ പറയുന്നത് എത്രമാത്രം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്നാണ്. ഇടതുപക്ഷത്തെ പറ്റി പറയുന്നത് ചിലപ്പോൾ ന്യൂനപക്ഷ വർഗീയതയെയും ചിലപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെയും അനുകൂലിക്കുകയും ഇവ രണ്ടിനെയും ഫലപ്രദമായി എതിർക്കാതിരിക്കുകയും ചെയ്യുന്നു. കുഞ്ഞാലിക്കുട്ടിക്കും ലീഗ് നേതൃത്വത്തിനും അതിന് കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ രണ്ടിനെയും ഫലപ്രദമായി എതിർത്തിട്ടുണ്ട്. അതിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ രണ്ട് വിഭാഗത്തിൻ്റെയും ആക്രമണത്തിനിരയായി ജീവൻ വെടിയേണ്ടി വന്ന ഞങ്ങളുടെ സഖാക്കൾ. ഭൂരിപക്ഷ വർഗീയതയുടെ മാത്രമല്ല, ന്യൂനപക്ഷ വർഗീയതയുടെ കൂടി ആക്രമണത്തിനാണ് ഞങ്ങൾ ഇരയായിട്ടുള്ളത്. ഈ രണ്ടിനെയും എതിർത്തുകൊണ്ട് തന്നെയാണ് മതനിരപേക്ഷത ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ച് ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കാനോ ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ച് ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കാനോ ഞങ്ങൾ നിന്നിട്ടില്ല. ഇത് രണ്ടും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ രണ്ടും നാടിനാപത്താണ് എന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പിന്നെയൊരു പൊതു പ്രസ്താവനയുണ്ട്. അതിപ്പോൾ ലീഗ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ന്യായീകരണം മാത്രമാണ്. അത് ഇന്ത്യയിൽ കോൺഗ്രസും മുന്നണിയും തന്നെയാണ് BJP-ക്ക് ബദൽ. അതിൻ്റെ വ്യംഗ്യം ഞങ്ങളും അതിൻ്റെ കൂടെ ആവണം എന്നുള്ളതാണ്. BJP-യെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ അവസരം കിട്ടുമ്പോഴൊന്നും ഇടതുപക്ഷം അത് പ്രയോജനപ്പെടുത്തുന്നില്ല. ഇത് കോൺഗ്രസിൻ്റെ കൂടെ കൂടൽ. ഇത് ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഞങ്ങൾക്കതിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ കാണുന്നത് കോൺഗ്രസ് അടക്കമുള്ളൊരു ബദലല്ല. അത്തരമൊരു ബദലിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നുമില്ല. കോൺഗ്രസ് എന്താണെന്ന് നമ്മുടെ സമീപകാല ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം BJP അധികാരത്തിലേറ്റുന്നതിനിടയാക്കിയത് തന്നെ കോൺഗ്രസ് സ്വീകരിച്ച ജനവിരുദ്ധമായ നയങ്ങളാണ്. അതിൻ്റെ ഫലമായാണ് സംഭവിച്ചത്. അതിനെ ഉപയോഗിച്ചാണ് BJP കാര്യത്. BJP ഇപ്പോൾ അതേ നയം തന്നെ നടപ്പാക്കുകയാണ്. അത് വേറൊരു കാര്യം. അപ്പോൾ കോൺഗ്രസിനെ ഉപയോഗിച്ച് BJP-യെ നേരിടുക എന്നത് ഞങ്ങൾ കാണുന്നേയില്ല.
ഇവിടെ കേരളത്തെ പറ്റിയൊരു പരാമർശമുണ്ട്. സംഘപരിവാർ ഭീഷണിയെക്കുറിച്ച് ഇടതുപക്ഷം കേരളത്തിൽ മാത്രം പറയുന്നതിൽ എന്താണ് പ്രസക്തി? എന്നിട്ടൊരു പൊതു പ്രസ്താവനയുണ്ട്. രാഷ്ട്രീയ പ്രബുദ്ധതയിലും സാക്ഷരതയിലും മുന്നിൽ നിൽക്കുന്ന മലയാളക്കരയിൽ സംഘപരിവാറിന് ഒരു ചലനവും സൃഷ്ടിക്കാനാവില്ല. കേരളത്തിൻ്റെ മതേതര അടിത്തറ അത്രയ്ക്ക് ശക്തമാണ്. മതേതര അടിത്തറയെക്കുറിച്ച് പറഞ്ഞ കാര്യം ശരി തന്നെ. ഈ മതേതര അടിത്തറക്ക് വിള്ളലുണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചത്. അതിനാണ് കോൺഗ്രസിനെ അടക്കം കൂട്ടുപിടിച്ചത്. ആ നീക്കത്തിനാണ് കോൺഗ്രസ് അടക്കം സഹായം ചെയ്തത്. അതിനെയാണ് ലീഗ് കൂടി ഒരു ഘട്ടത്തിൽ സഹായിച്ചത്. ഇപ്പോൾ മൗനത്തിലൂടെ ലീഗ് സഹായിക്കുന്നതും ഈ നീക്കത്തെ തന്നെയാണ്. ഇവിടെ മതനിരപേക്ഷത വളരെ ശക്തമാണ് എന്ന് പറഞ്ഞ് വർഗീയതയുടെ നീക്കത്തെ എതിരിടാതിരിക്കലല്ല വേണ്ടത്. വർഗീയത നമ്മുടെ സമൂഹത്തിൽ സ്ഥാനമുറപ്പിക്കാൻ നോക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനാവണം. അത് തുറന്നു കാണിക്കാനാവണം. ശരിയായ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവണം. അങ്ങനെ മാത്രമേ മതനിരപേക്ഷത പുലർന്നു പോവുകയുള്ളൂ. ഞങ്ങൾക്കുള്ള ഉപദേശം ഞങ്ങളുടെ മുദ്രാവാക്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ജനാധിപത്യ മതേതര കക്ഷികളുമായി ഒന്നു ചേർന്ന് മുന്നോട്ട് പോകണം. ഉപദേശത്തിന് വളരെ നന്ദി. നിങ്ങൾ അവിടെ അതിൻ്റെ കൂടെ നിന്ന് നിങ്ങളുടെ അണികളെല്ലാം നിങ്ങളെക്കുറിച്ച് ഏറ്റവും അവമതിപ്പോടെ ചിന്തിക്കുന്ന നിലയിലേക്ക് അധപ്പതിക്കുന്ന നിങ്ങളുടെ നിലപാട് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറക്കണ്ട. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അണികൾ തന്നെ ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തും പറഞ്ഞാൽ വിഴുങ്ങുന്ന നിലയിലേക്കല്ല കാര്യങ്ങൾ. ബാബറി മസ്ജിദിൻ്റെ ഘട്ടത്തിൽ പരസ്യമായി പ്രതികരിച്ചു. അത്രത്തോളമൊന്നും ആയില്ലെങ്കിലും പ്രതികരണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ കൂടെ ഈ കള്ളക്കളിയുടെ കൂടെ ചേർന്നുകൊണ്ട് വർഗീയതയെ സംരക്ഷിക്കുന്ന, വർഗീയതയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് ഫലത്തിൽ ഉണ്ടാകുന്നത്. മലപ്പുറം ജില്ലയിലെ പരാജയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ LDF നല്ല നിലക്ക് വിജയം നേടിയെന്നത് വസ്തുതയാണ്. ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിലും അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടും ആഗ്രഹിക്കുന്നവരല്ല. ഏതെങ്കിലും ഒറ്റപ്പെട്ട തെറ്റായ നിലപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കാനും ആ തെറ്റായ നിലപാട് സ്വീകരിച്ചവരെ പാർട്ടിയുടെ നിയതമായ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചവരെന്ന് കണക്കാക്കി കടുത്ത അച്ചടക്ക നടപടിക്ക് വിധേയരാക്കാനും കഴിയുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതിൻ്റെ മറവിൽ മലപ്പുറം ജില്ലയിൽ LDF നേടിയ വിജയത്തിൻ്റെ ശോഭ കുറച്ച് കാണിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാകുകയാണ് വേണ്ടത്. കോൺഗ്രസുമായി ചേർന്ന് സംഘപരിവാർ നയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് അത് നാട്ടിന് ഗുണം ചെയ്യുന്നതല്ല. കോൺഗ്രസ് അതാണ് ചെയ്യുന്നത്. മൗനത്തിലൂടെയും നിസ്സംഗതയിലൂടെയും
ലീഗ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വർഗീയതയെക്കാളും ഞങ്ങൾ എതിർക്കുന്നത് ലീഗിനെയാണ് എന്നൊരു പ്രസ്താവന ഇതിനകത്തുണ്ട്. അതായത് ന്യൂനപക്ഷ വർഗീയതയോടും സംഘപരിവാറിനോടുമുള്ള കടുത്ത വിരോധത്തേക്കാൾ മുസ്ലിം ലീഗിനെ ക്ഷയിപ്പിക്കണമെന്ന വികാരത്തിലാണ് ഇടതുപക്ഷം മുൻതൂക്കം നൽകുന്നത്. ലീഗ് ക്ഷയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ വർഗീയതയെക്കാളും ലീഗിനെയാണ് എതിർക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ അനുഭവം ഉണ്ടല്ലോ, കേരളത്തിൻ്റെ അനുഭവം ഉണ്ടല്ലോ. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഞങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. അതിനേക്കാളും എതിർക്കുന്ന പാർട്ടിയായി അല്ലെ ഒരു വിഭാഗമായി ലീഗിനെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. എന്ന് വെച്ച് ലീഗ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ലീഗ് ക്ഷയിക്കാനുതകുന്ന നിലപാടുകൾ ഞങ്ങൾ എടുത്തിട്ടുമുണ്ട്, അത് വേറെ. പക്ഷെ താരതമ്യം ഇങ്ങനെ വേണ്ട, അത് വസ്തുതക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്. തീർത്തും വസ്തുതാവിരുദ്ധമായ മറ്റൊരു പ്രസ്താവം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പ്രത്യക്ഷമായും പരോക്ഷമായും BJP-യോട് കൂടാൻ LDF മടി കാണിച്ചിട്ടില്ല. ഒരിടത്തും വർഗീയ ശക്തിയുമായി കൂട്ടുകൂടാൻ, ഈ പറഞ്ഞ BJP-യുമായി കൂട്ടുകൂടാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അപ്പോൾ സ്വന്തം പാർട്ടി അണികളിൽ ഉണ്ടാകുന്ന കടുത്ത വികാരമാണ്. ഏത് വികാരം? കോൺഗ്രസ് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനോട് നിസ്സംഗ മനോഭാവം ലീഗ് നേതൃത്വം സ്വീകരിക്കുന്നു. അതിൽ കടുത്ത അമർഷവും പ്രതിഷേധവും പൊതുവേ മുസ്ലിം ജനസാമാന്യത്തിനുണ്ട്. ഇവിടെ ലീഗ് അണികൾക്കുമുണ്ട്. അത് മാറ്റിയെടുക്കാൻ മാർക്സിസ്റ്റ് വിരോധത്തിൻ്റെ പഴയ അജണ്ട ലീഗ് നേതൃത്വം പുറത്തെടുത്തതായിട്ടാണ് ഇതിലൂടെ കാണാൻ കഴിയുക. ഇന്നത്തെ സമൂഹത്തിന് ഇതല്ല ആവശ്യം. നമ്മുടെ സമൂഹത്തിൽ എതിർക്കേണ്ടതിനെ എതിർക്കാൻ തയ്യാറാവണം. നിങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ഭരിച്ച് നാടിനെ മുടിക്കുന്ന അവസ്ഥ സ്വീകരിച്ചതുകൊണ്ട് അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിനെ നിങ്ങൾ എതിർക്കണമെന്നാണ് നിങ്ങളുടെ അണികൾ ആഗ്രഹിക്കുന്നത് എന്നത് മറക്കണ്ട. മറ്റ് വിഷയങ്ങൾ നമുക്ക് നാളെ ആകാൻ തോന്നും. ഇപ്പോൾ ഇത്രയായല്ലോ. എന്നാൽ KM മാണിയുടെ കാര്യത്തിൽ സ്വീകരിച്ച മാനദണ്ഡങ്ങളായിരുന്നില്ല ബാബുവിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചത്. ബാബുവിൻ്റെ മേലെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ബാബുവുമായി ബന്ധപ്പെട്ട് ക്വിക്ക് വെരിഫിക്കേഷനിലേക്ക് പോയില്ല. ചെയ്തത് പ്രാഥമിക അന്വേഷണമാണ്. പ്രാഥമിക അന്വേഷണം നടത്തി ബാബു കുറ്റക്കാരനല്ല എന്ന നിലപാടിലേക്കെത്തി. കോടതി അത് അംഗീകരിക്കാതെ വിശദമായി അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് കോടതിയുടെ മുന്നിൽ നൽകേണ്ടതിൻ്റെ സമയവും നിശ്ചയിച്ചു. ആ ഘട്ടത്തിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തില്ല. ഇന്നലെയായിരുന്നു രണ്ടാമത്തെ ഘട്ടം. ആ രണ്ടാമത്തെ ഘട്ടത്തിൽ ദീർഘമായ സമയമാണ് ഇതിനെടുക്കുന്നത്. വിജിലൻസ് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഇനിയും സമയം വേണം. അപ്പോഴാണ് കോടതി
വിജിലൻസിൻ്റെ നിലപാടിനെ നിരാകരിച്ചുകൊണ്ട് ശക്തമായ പരാമർശങ്ങൾ നടത്തിയത്. അതിലൊന്ന് വിജിലൻസ് അല്ലാതായി എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഹൈക്കോടതി വിജിലൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നത് വിജിലൻ്റ് അല്ലാത്ത വിജിലൻസ് എന്നാണ്. വിജിലൻസ് കോടതി പറഞ്ഞത് ഗാന്ധീവൻ നഷ്ടപ്പെട്ട അർജുനാണെന്നാണ്. അതായത് വിജിലൻസിൻ്റെ ഒരു സ്വഭാവവും ഇല്ലാത്ത ഒരു ഏജൻസിയായി വിജിലൻസ് മാറിയിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് കേസ് ബാബുവിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാനിടയായത് കോടതിയുടെ മുന്നിൽ വന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പ്രാഥമികമായി ബാബു അഴിമതി കാണിച്ചിരിക്കുന്നു എന്ന ബോധ്യമാണ് വിശദമായ അന്വേഷണം വേണമെന്ന ഉത്തരവിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ബാബുവിന് പിന്നിൽ മറ്റ് മാർഗങ്ങളൊന്നുമില്ല, രാജിവെക്കൽ മാത്രമേ മാർഗമുള്ളൂ. അതാണ് ബാബു രാജിവെക്കാൻ നിർബന്ധിതനായത്. എന്നാൽ ബാബുവിൻ്റെ രാജി കൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല. വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തലയുണ്ട്. വിജിലൻസിനെതിരെ ശക്തമായ പരാമർശങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ടിരിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് രമേശ് ചെന്നിത്തലയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ വലങ്കൈയാണ് ബാബു എന്നത്. ബാബു കാശ് വാങ്ങി അഴിമതി കാണിച്ചു എന്നതാണല്ലോ ആരോപണം. നേരിട്ട് കാശ് കൊടുത്തു എന്നാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി ബാബുവിനെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചു വന്നത്. അപ്പോൾ ബാബുവിനെതിരെയുള്ള പരാമർശം ഉമ്മൻചാണ്ടിക്ക് കൂടി ബാധകമായിട്ടുള്ളതാണ്. ബാബു അഴിമതി കാണിക്കുന്നത് വെറും ബാബുവിന് വേണ്ടി മാത്രമല്ല എന്ന് കേരളത്തിലെല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടിക്ക് ഒരു നിമിഷവും അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്നതാണ് ഇതിലൂടെ വീണ്ടും വ്യക്തമാകുന്നത്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ വിധി വന്നതിന് ശേഷം, ഇത്തരമൊരു നിലപാട് കോടതി എടുത്തതിന് ശേഷം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ബാബു സ്വീകരിച്ച ഒരു നിലപാട്. അത് ബാബു ചെയ്തത് ഒരു ഗൂഢാലോചന കൊണ്ടുവരലാണ്. ഗൂഢാലോചനയിലെ ആളുകളാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളത്. ശിവൻകുട്ടിയും കോടിയേരി ബാലകൃഷ്ണൻ. ഏതെല്ലാം തരത്തിലുള്ള അസംബന്ധമായ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നതെന്ന് നോക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ആരുമായെങ്കിലും ചർച്ച ചെയ്തല്ല ബാർ ഉടമകൾ അവരുടെ നിലപാടുകൾ എടുത്തിരുന്നത്. ഞങ്ങളാരുമായും ബാർ ഉടമകൾക്ക് അങ്ങനെയൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല.
പക്ഷേ അവർ വലിയ തോതിൽ സഹായിച്ചവർ അതിൻ്റെ ഭാഗമായുള്ള പ്രത്യുപകാരമല്ല കിട്ടുന്നത് എന്ന് കണ്ടപ്പോൾ കൊടുത്ത കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ തയ്യാറായിട്ടുണ്ട്. അത് കൊടുത്തവരും വാങ്ങിയവരും തമ്മിൽ തീർക്കേണ്ടതാണ്. ഞങ്ങളെ അതിൽ കക്ഷിയാക്കാൻ നിൽക്കരുത്. ഞങ്ങൾക്കതിലൊരു ബന്ധവുമില്ല. നടക്കാൻ പാടില്ലാത്ത കാര്യം നടന്നുവെന്ന് കേട്ടപ്പോൾ ആ കാര്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യം ഞങ്ങൾ തുറന്നു കാണിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളിതിൽ സ്വീകരിച്ച നിലപാട്. ഇവിടെ ബാബു പറയുന്നത് ഈ മദ്യരാജാവ്, അദ്ദേഹം ബാബുവിൻ്റെ പേര് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. ഈ പറയുന്ന ബാബു പറയുന്ന മദ്യരാജാവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് എറണാകുളം യൂണിറ്റ് പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് നിലവിലുള്ളതാണ്. അതിൽ ഈ ആരോപണം പരാമർശിച്ചിട്ടുണ്ട്. എന്താ ആരോപണം? 10 കോടി നൽകിയെന്നുള്ള ആരോപണം അത് പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമസഭയിൽ രമേശ് ചെന്നിത്തല മറുപടി നൽകിയിട്ടുണ്ട്. അത് 2015 നവംബർ 30-നാണ്. ആ മറുപടിയിൽ ഈ 10 കോടിയുടെ ആരോപണം പറയുന്നുണ്ട്. ഇന്നലെ ബാബു പറയുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ ആരും ഈ മദ്യരാജാവ് ഒരാരോപണവും നേരത്തെ ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് വസ്തുതാവിരുദ്ധാണ് എന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ ബാബു കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. രാജിവെച്ച് പോകാൻ നിർബന്ധനാകുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും രാജിവെക്കേണ്ടതുമാണ്. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. കയ്യേറ്റമുണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് ഗവൺമെൻറ്റല്ലേ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഗവൺമെൻറ്റിലുള്ളത്. അവർ കയ്യേറ്റത്തിൻ്റെ രേഖകൾ അവരെ കയ്യിലുണ്ടാവും, ഗവൺമെൻറ് കയ്യിലുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കണം. അതിനാർക്കാ തടസ്സം? ഞങ്ങൾക്കൊരു തടസ്സവും അക്കാര്യത്തിലില്ല. ഞങ്ങളൊരു കയ്യേറ്റക്കാരെയും സംരക്ഷിക്കുന്ന കൂട്ടത്തിലുമല്ല. ഞാനെന്തിനാ നവകേരള മാർച്ച് ഉപേക്ഷിക്കുന്നത് പോലും? അദ്ദേഹം 10 കോടിയുടെ പങ്ക് പറ്റി, അതിൻ്റെ രുചി അദ്ദേഹം അനുഭവിച്ചു. നമ്മളത് വാർത്തയിലൂടെ കേട്ടു, അതിനെതിരെ പ്രതികരിച്ചു. അതിന് ഞാനെന്തിന് നവകേരള മാർച്ച് ഉപേക്ഷിക്കണം? അദ്ദേഹം മാത്രമല്ല രാജിവെക്കേണ്ടത്. അദ്ദേഹത്തോടൊപ്പം ഇതിനെല്ലാം കൂട്ടുനിന്ന ഉമ്മൻചാണ്ടി രാജിവെക്കണം. അതാണ് ബാബു പറയേണ്ടത്. അത് ബാബുവിന് പറയാൻ കഴിയില്ലല്ലോ. ഒരു ഗവൺമെൻറ് ഒരു വർഷത്തേക്കാണ് മദ്യനയം രൂപീകരിക്കുക. പൊതുവേ മദ്യത്തോടൊരു നയം ഞങ്ങൾക്കുണ്ട്. അത് പൊതുവിലുള്ള ഒരു നയമാണ്. ആ നയം മദ്യവർജനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, മദ്യനിരോധനത്തിലല്ല. ഇത് നേരത്തെ ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കാരണം മദ്യനിരോധനം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഓരോ വർഷവും ഗവൺമെൻറ്റാണ് മദ്യനയം തീരുമാനിക്കുന്നത്. ഈ പൊതുനയത്തിൽ നിന്നുകൊണ്ടുള്ള മദ്യനയം
ഞങ്ങൾ ഗവൺമെൻറ് രൂപീകരിക്കുകയാണെങ്കിൽ ആ സമയത്ത് തീരുമാനിക്കും. ഇപ്പോഴേ ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അങ്ങനെയല്ല. അത് നമ്മുടെ നാട്ടിൽ LDF ഒരു കരുത്തുറ്റ മുന്നണിയാണ്. LDF ആണ് CPIM ആണ് ആ LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി. CPIM ഇത്തരമൊരു മാർച്ചുമായി മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്ന നിർദ്ദേശങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ്. അപ്പോൾ പ്രശ്നങ്ങളുള്ളവർ സ്വാഭാവികമായും മാർച്ചിൻ്റെ മുന്നിൽ വന്ന് നിവേദനം തരും. ഇത് 2014 ഉണ്ടായിട്ടുണ്ട്. 2014 ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പില്ല. ഞങ്ങളുടെ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ മാർച്ചിൻ്റെ മുന്നിലും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ ചിലത് ഞങ്ങളുടെ തന്നെ പിന്നീടുള്ള നയരൂപീകരണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവയുണ്ടാവും. അല്ലാത്ത വ്യക്തിപരമായ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അത് ഇങ്ങനെ ലഭിച്ചതാണ് എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട മന്ത്രിക്ക് അയച്ചു കൊടുക്കുന്ന നിലയാണ് ഞങ്ങൾ സ്വീകരിക്കാറുള്ളത്. അത് ആദ്യമേ പറയുന്നൊരു കാര്യമേ എനിക്കിപ്പോഴും പറയാനുള്ളൂ. അത് UDF ശിഥിലമാവും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലക്കാണ് മത്സരിക്കുക. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ കേരളത്തിൽ UDFനും BJPക്കും എതിരെ സഹകരിപ്പിക്കാൻ പറ്റുന്ന മതേതര ശക്തികൾ, അതിൽ വ്യക്തികൾ, ഗ്രൂപ്പുകൾ എല്ലാം പെടും. അങ്ങനെയുള്ളവരെയൊക്കെ സാധാരണഗതിയിൽ തന്നെ സഹകരിപ്പിക്കാറുണ്ട്. അതിൽ മതനിരപേക്ഷ ചിന്താഗതിക്കാരെയാണ് ഞങ്ങൾ സഹകരിപ്പിക്കാറുള്ളത്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഒരിക്കലുമല്ല. ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകളെ പറ്റി ഹൈക്കോടതി എന്താ പറഞ്ഞത്? നിലവാരമില്ലാത്ത കോളേജുകളെ ചൂണ്ടിക്കാണിച്ചില്ലേ? നിലവാരമുണ്ടാക്കാൻ എന്തായിരുന്നു ഗവൺമെൻറ് ചെയ്തത്? അവിടെ അനധികൃതമായി പാസ്സാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കലാണോ? അതാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്? നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിന് തന്നെ തകർച്ചയുണ്ടാക്കിയില്ലേ? ആ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് കാണാതിരിക്കണ്ട. അപ്പോൾ നമുക്ക് നാളെ കാണാം. നവകേരള മാർച്ചുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ തത്സമയ സംരക്ഷണമാണ് കണ്ടത്.